Hello, welcome all of you. Today we shall study about vulva development in Caenorhabditis elegans. It's a very important topic for CSIR net exam. The Caenorhabditis elegans is a soil-dwelling nematode of about 1 millimeter length. അതായത് നെമറ്റോഡ ഫൈലത്തിൽ വരുന്ന ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വേവാണല്ലോ ഇത്. ഇതിന്റെ സെക്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് Caenorhabditis elegans have two sexes, male represented by X0 and hermaphrodite XX. ഇപ്പോൾ സാധാരണ ഒരു ഓർഗാനിസത്തില് മെയിൽ അല്ലെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ, ദെൻ അല്ലെങ്കിൽ ഹെർമോഫ്രഡൈറ്റ്സ് ആയിരിക്കും ചില ഓർഗാനിസം. ഇത് ഓർഗാനിസത്തിൽ മെയിൽസ് ആയിട്ടുണ്ട്, മറ്റേത് ഹെർമോഫ്രഡൈറ്റ്സ് ആയിട്ടും ഉണ്ട്. ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഹെർമോഫ്രഡൈറ്റ്സിന് സാധാരണ റെപ്രസെന്റ് ചെയ്യുന്ന ഫീമെയിൽ ആയിട്ടാണ്. ഇത്രയും സെക്സിനെ കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക. Hermaphrodite is considered as female. In their early development, they are male, and the gonad produces sperm, which is stored for later use. അപ്പോൾ അതിന്റെ ഏർലി ഡെവലപ്മെന്റ് അത് മെയിൽ ആയിരിക്കും, അന്നേരം സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. ആസ് ദ ഗ്രോ ഓൾഡർ ദേ ഡെവലപ്പ് ഓവറീസ് ഡെവലപ്പ് ചെയ്യും, ഓവർ ഉണ്ടാകും. ദ എഗ് ഉണ്ടായിട്ടുള്ള ആ എഗ് that will roll through the region of sperm storage. Sperm store ചെയ്തിരിക്കുന്ന സ്ഥലത്തൂടെ റോൾ ചെയ്യും ആൻഡ് ഫെർട്ടിലൈസ്ഡ് ഇൻസൈഡ് ദ worm. അപ്പോൾ അവിടെ സ്പേം സ്റ്റോർ ചെയ്തിരിക്കുന്നിടത്തേക്ക് പോകുമ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഇത് ശരിക്കും ഒരു സെൽഫ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇതിൽ സെൽഫ് ഫെർട്ടിലൈസേഷനും ഉണ്ട്, ക്രോസ് ഫെർട്ടിലൈസേഷനും ഉണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ സെൽഫ് ഫെർട്ടിലൈസേഷൻ മനസ്സിലാക്കാം. ക്രോസ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മെയിൽ ആയിരിക്കുന്ന ഒരവസ്ഥ, ദെൻ അത് തന്നെ മെച്ചുറായിട്ട് പിന്നെ ഹെർമോഫ്രഡൈറ്റ് ആകും. എന്നാൽ മെയിൽ ആയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അന്നേരം ഈ ഹെർമോഫ്രഡൈറ്റുമായിട്ട്, അതായത് ഫീമെയിലുമായിട്ട്, ഹെർമോഫ്രഡൈറ്റ് റെപ്രസെന്റഡ് ആസ് ഫീമെയിൽ, അതുമായിട്ട് മീറ്റ് ചെയ്തിട്ട് എന്തുണ്ടാകും, ദിസ് ക്രോസ് ഫെർട്ടിലൈസേഷൻ നടക്കും. അപ്പോൾ Caenorhabditis എന്തെല്ലാം ഉണ്ട്? സെൽഫ് ഫെർട്ടിലൈസേഷൻ ഉണ്ട്, ക്രോസ് ഫെർട്ടിലൈസേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫീമെയിൽ hermaphrodite can reproduce either by self-fertilization by using her own sperm or by cross-fertilization by mating with the male sperm. ഇനി ഉൽവ എന്താണ്? നമ്മൾ ഉൽവ ഡെവലപ്മെന്റ് ആണല്ലോ പഠിക്കാൻ പോകുന്നത്. ഉൽവ is a part of female sex organ seen mid-ventral പൊസിഷനിലായിട്ട് കാണുന്ന ഒരു ഒരു ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. അത് mid-ventral പൊസിഷൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇറ്റ് കൺസിസ്റ്റ് 22 സെൽസ്. ഈ ഓർഗനിൽ 22 സെൽസ് മാത്രമേ ഉള്ളൂ. തന്നെയല്ല, ലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസ് മാത്രമേ ഈ ഓർഗൻസത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ മോഡൽ ഓർഗൻസുമായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഞാൻ താഴെ പറയും. ഇറ്റ് സെർവ്സ് ആസ് എ സ്ട്രക്ചർ ത്രൂ വിച്ച് ദ സ്പേം എൻ്റർ ഇൻ ടു ദ ബോഡി ഓഫ് ഫീമെയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ ക്രോസ് ഫെർട്ടിലൈസേഷൻ നടക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പം മെയിലിൽ നിന്ന് ഫീമെയിലിലേക്ക് സ്പേം പാസ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഈ ഉൽവ ഉപയോഗിക്കും. അതുകൂടാതെ into the body of the females and embryo, അതായത് ഫെർട്ടിലൈസ്ഡ് എഗ് ലീവ്സ് ദ ഗൊണാഡ്. ഇത് രണ്ടിനും ഉൽവ ഉപയോഗിക്കും. അപ്പോൾ 22 സെൽസ് ചേർന്നതാണ് ഈ ഉൽവ ഡെവലപ്പ് ചെയ്യുമ്പോൾ. ഈ 22 സെൽസോട് കൂടിയ ഉൽവ എങ്ങനെ ഉണ്ടാകും, അതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ Caenorhabditis elegans is considered as a model organism. This microscopic nematode has only 959 somatic cells in the adult hermaphrodite. ഇവിടെ അഡൽട്ട് ആയിട്ടുള്ള ഹെർമോഫ്രഡൈറ്റില് 959 സോമാറ്റിക് സെൽസേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് നമ്പർ അല്ലേ. ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ ഇത്രയും സെൽ എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പല ഡെവലപ്മെന്റ് പഠിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇത് മോഡൽ ഓർഗൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് മറ്റൊരു കാര്യം, സ്പെസിമെൻസ് ആർ ചീപ്പ് ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ ഇൻ ദ ലബോറട്ടറി. ഓക്കെ, ഇനി ഉൽവ ഡെവലപ്മെന്റ് മെയിൻ സ്റ്റെപ്സുകൾ നമുക്ക് നോക്കാം. ഇത് ഇവിടെ ഞാൻ പറഞ്ഞു ഉൽവ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് വരും, എൻ്റെ വെൻട്രൽ സൈഡിലായിട്ട്, എൻ്റെ മിഡ് ഭാഗത്ത്. നമുക്കത് അതിൻ്റെ ഡെവലപ്മെന്റ് ഇതാ പഠിക്കാം. ഉൽവ ഫോംസ് ഫ്രം 6 cells called the vulvar precursor cell. ഓരോ സ്റ്റെപ്പും വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലാക്കണം. വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഓരോ സ്റ്റെപ്പും നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇതാ ആ വേമല് vulvar precursor cells 6 എണ്ണം ഉണ്ട്, കണ്ടോ? ഇതാണ് vulvar precursor cell. ഇത് അതിന്റെ ഗൊണാഡാണ്. അപ്പൊ ഗൊണാഡിനെയും
ഈ വുൽവർ പിക്കർസെൽ സെൽസിനെയും കണക്ട് ചെയ്യുന്ന ആ ഇടയ്ക്ക് കാണുന്ന ഒരു സെല്ലാണ് ആങ്കർ സെൽ. മനസ്സിലായല്ലോ? അപ്പൊ അതിനെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുന്നതിലേക്ക് വേണ്ടി ഇത് ഞാൻ ഇങ്ങോട്ട് വരച്ചിരിക്കുകയാണ്. ഇതേ കാര്യം തന്നെ ഇങ്ങോട്ട് വരച്ചിരിക്കുകയാണ് കേട്ടോ. ഗൊണാഡ്, ആങ്കർ സെൽ, വുൽവർ പിക്കർസെൽ സെൽ, അതിന് VPCs എന്ന് പറയും. കണ്ടല്ലോ? അപ്പോൾ vulva forms from 6 cells called vulval precursor cells, VPCs. The cell connecting the overlying gonad to the vulval precursor cells is called the anchor cell. VPCs are under the control of anchor cell. അപ്പൊ ഈ VPCs എല്ലാം എന്താ പറഞ്ഞാൽ vulvar precursors എല്ലാം ആരുടെ കൺട്രോളിലാണ്? ഈ anchor cellന്റെ കൺട്രോളാണ്. VPCs are under the control of anchor cell. So the 6 VPs are referred to as equivalence group. ഇത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് എക്സാം, ഓർമ്മിച്ചിരിക്കുക. അപ്പോ ഈ 6 VPCs ഒരുമിച്ച് പറയാൻ എന്താണ് പേര് പറയുക? എന്താണ്? ഇക്വലൻസ് ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ് അതിനെ പറയുന്നത് അങ്ങനെ ഇക്വലൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? VPCs are under the control of anchor cell. ഈ ആങ്കർ സെല്ലിന്റെ കൺട്രോളിലാണ്, ഈ ആങ്കർ സെല്ലിന്റെ കൺട്രോളിലാണ് ഈ 6 VPCs. ഓക്കെ, ദെൻ അതേ സെയിം ഇവിടെ ഗുണാഡും ആങ്കർ സെല്ലും VPCസും എല്ലാം കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ വ്യക്തമായിട്ട് വരച്ചിരിക്കുകയാണ്. നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആങ്കർ സെല്ലിന്റെ കൺട്രോളിലാണ് ഇതെല്ലാം മനസ്സിലാക്കുക. അപ്പോ ആങ്കർ സെല്ലിൽ നിന്നും ഒരു ഇൻഡക്റ്റീവ് സിഗ്നൽ, അതാണ് LIN3 എന്ന് പറയും, ഒരു പ്രോട്ടീനാണ്, ഒരു സിഗ്നൽ മോളിക്യൂൾ, അത് പ്രൊഡ്യൂസ് ചെയ്യും. ഈ LIN3 വിൽ ബി റിസീവ്ഡ് ബൈ VPCs. അപ്പൊ LIN3യെ റിസീവ് ചെയ്യാനായിട്ട് ഈ VPCയുടെ സർഫേസിൽ, ഇതിന്റെ എല്ലാം സർഫേസിൽ ഒരു റെസപ്റ്റർ ഉണ്ട്, അല്ല അതിനെ പറയുന്നതാണ് എന്താ? LET23. ഓരോ കാര്യവും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോ വിച്ച് സെൽസ് ബിക്കം വുൽവർ സെൽസ്? അപ്പോ ഇവിടെ ഈ പ്രിക്കർസെൽസ് അല്ല 6 ഉണ്ട് അല്ലെ? ഇതിൽ വിച്ച് സെൽസ് ബിക്കം വുൽവൽ സെൽസ്? അത് ഏത് ഉൽവ ഉണ്ടാകാനുള്ള സെൽസ് ഇതിൽ ഏതായിരിക്കും? എല്ലാം ഈ പൊട്ടന്റ് തന്നെയാണ്, പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ ഏത് സെല്ല് വുൽവർ സെല്ലിൽ ആകണമെന്ന്. അതിന് ഒരു കണ്ടീഷൻ ഇതാ ഓൾ ദിസ് ഡിപ്പെൻഡ്സ് ഓൺ, അതായത് VPCസിൽ നിന്ന് ഏത് സെല്ലുകൾ വുൽവൽ സെൽ ആകുമെന്ന്. ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡക്റ്റീവ് സിഗ്നൽ ഫ്രം ദ ആങ്കർ സെൽ. ആ ഇൻഡക്റ്റീവ് സിഗ്നലിന് എന്താ പറയുക? LIN3. അതൊരു പ്രോട്ടീനാണ്. ഓക്കെ, അതായത് എപ്പിഡമൽ ഗ്രോത്ത് ഫാക്ടർ ഉണ്ടല്ലോ, അതിന്റെ ഏതാണ്ട് ഒരു അതുപോലുള്ള ഒരു പ്രോട്ടീനാണ്. അതല്ല, എപ്പിഡമൽ ഗ്രോത്ത് ഫാക്ടർ വേറെ, LIN3 വേറെ, ഏതാണ്ട് അതുമായിട്ട് റിസംബിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ LIN3 റിസീവ് ചെയ്യാനായിട്ടുള്ള റിസപ്റ്റർ എന്താ? LET23 എവിടെ കാണും? ഈ VPCs എല്ലാത്തിന്റെ സർഫേസിൽ കാണും. ഈ ഇതിന്റെ എല്ലാം ഇവിടെ സർഫേസിൽ ഇങ്ങനെ കാണും. ഓക്കെ, സർഫേസ്. അപ്പൊ LIN3 will be received by VPCs with the help of എന്താണ്? സർഫേസ് റിസപ്റ്റർ കാൾഡ് LET23. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇനി ഇവിടെ ഈ LIN3 എല്ലാ VPCസും ഒരുപോലെ അല്ല റിസീവ് ചെയ്യുന്നത്. LIN3 പ്രോട്ടീൻ ഫോംസ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് P6P which is closest to the anchor cell. ആങ്കർ സെല്ലുമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഇതാണല്ലോ, ഇതാ P6P അല്ലേ? This will receive high concentration of LIN3 protein and becomes, അങ്ങനെ ഈ P6P എന്തായിട്ട് മാറുമെന്ന് അറിയാമോ? 1 degree VPC ആകും. ഈ 1 degree VPC ആകുമ്പോൾ ഈ 1 degree VPC സെല്ല് സെൻട്രൽ വുൽവാൽ സെല്ലായിട്ട് മാറും. ഇനി അടുത്ത് നിയർ ബൈ സെൽ എന്ന് പറയുന്നത് P6Pയുടെ നിയർ ബൈ സെൽ എന്ന് പറയുന്ന ഇതെല്ലാം P5Pയും P7Pയും ആണല്ലോ. അപ്പോ the nearby cells P5P and P7P which receive less amount of LIN3
become secondary vulval precursor. അപ്പോ P6P ലാറ്ററലായിട്ട് കാണുന്ന P5Pയും P7Pയും എന്തായിട്ട് മാറി? 2 ഡിഗ്രി VPC എന്ന് പറഞ്ഞാൽ P6P റിസീവ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ കുറച്ചാണ് ഇത് P5Pയും P7Pയും LIN3 റിസീവ് ചെയ്തത്. അപ്പൊ റിസീവ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു അതിന്റെ സർഫേസ് എന്താ റിസപ്റ്റർ മറന്നു പോരുത്, LET23 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ 2 ഡിഗ്രി VPC ഇത് രണ്ടും ഈ 2 ഡിഗ്രി VPC അതിൽ നിന്നും ലാറ്ററൽ ഉൽവൽ സെൽസ് ഉണ്ടാകും. ഉൽവ ഉണ്ടാകാനുള്ള ലാറ്ററൽ ഉൽവൽ സെൽസ് ഉണ്ടാകുന്ന ഇതാണ്. അപ്പൊ സെൻട്രൽ ഉൽവൽ സെല്ല്, ഉൽവ ഉണ്ടാകാനുള്ള സെൻട്രൽ ഉൽവൽ സെല്ല് ഏതിൽ നിന്നും ഉണ്ടാകുന്ന 1 ഡിഗ്രി VPCയിൽ നിന്നാണ്. ഇനി ഏതാ സെൽ ഇരിക്കുന്നത്? ഔട്ടർ മോസ്റ്റ് സെൽസ്. ഔട്ടർ മോസ്റ്റ് സെൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതെല്ലാം? P8P ഉണ്ട്, പിന്നെ എന്താ P4P ഉണ്ട്, P3P. അപ്പൊ P3P, P4P, P8P ഇതെല്ലാം എന്താണ്? ഔട്ടർ മോസ്റ്റ് സെൽസ് ആണ് അല്ലെ. ദാറ്റ് വിൽ റിസീവ് ഓൺലി നെഗ്ലിജിബിൾ എമൗണ്ട് ഓർ നോട്ട് അറ്റ് ഓൾ റിസീവിങ് എന്ന് പറയാം. ഓർ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ എമൗണ്ട് ആണ് അത് റിസീവ് ചെയ്യുന്നത് LIN3 പ്രോട്ടീൻ. ആൻഡ് ബിക്കം അതെന്തായിട്ട് മാറുന്നു? നോക്കിയിട്ട് പറഞ്ഞേ, എന്തായിട്ട് മാറുന്നു? 3 ഡിഗ്രി VPC. ഓക്കെ, 3 ഡിഗ്രി VPC അല്ലെ. 3 ഡിഗ്രി VPC സെല്ല് ഹൈപ്പോഡർമൽ സെൽസ് ആകും, എന്ന് പറയാൻ സ്കിൻ സെൽസ് ആകും. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ ആങ്കർ സെല്ലാണ് അത് ഇവിടെ VPCയെ നിയന്ത്രിക്കുന്നത്. ആങ്കർ സെൽസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന LIN3 പ്രോട്ടീൻ റിസീവ് ചെയ്യാൻ VPCയുടെ സർഫേസിൽ ഒരു റിസപ്റ്റർ ഉണ്ട്, LET23. ഇവിടെ LIN3യുമായിട്ട് അടുത്തിരിക്കുന്ന P6P will receive high concentration of what? LIN3. Thus P6P become 1 degree VPC, which will give rise to central vulva cell. Then the nearby cell, that is P5P and P7P, which receive less amount of LIN3, becomes secondary vulval precursor cell, which give rise to lateral vulval cells. Then the outermost cell, P3P, P4P, and P8P, which receive only negligible amount of LIN3 protein and become 3 degree VPC, they will give rise to hypodermal cells. Okay, then okay, which cells become vulval cells? Sorry, നമുക്കടുത്ത lateral inhibition എന്നുള്ള ഒരു പ്രോസസ്സ്. That is also very important. All these points are very important. See, ഇവിടെ നമ്മൾ പറഞ്ഞു VPCസിൽ നിന്നും ഏത് സെല്ല് എങ്ങനെ ഉൽവൽ സെൽസ് ആകും അല്ലെങ്കിൽ ഉൽവ ഉണ്ടാകുന്നതിന് സഹായിക്കും. അതിൽ ഒന്ന് പറഞ്ഞു LIN3 പ്രോട്ടീൻ എത്രത്തോളം റിസീവ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ അത് മാത്രമല്ല, ലാറ്ററൽ ഇൻഹിബിഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് കൊണ്ടും ഇതിനെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ the fate of vulval precursor cells is determined not only by LIN3 protein, but another signaling molecule called LIN12 also contribute the fate of these cells. മനസ്സിലാക്കിയിരിക്കുക. തീർച്ചയായിട്ടും LIN3 protein plays an important role, ശരിയാണ്. പക്ഷെ അത് മാത്രമല്ല. അപ്പൊ vulvar precursor cells എന്തായിരിക്കണം, എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്നത് VPC എത്രത്തോളം LIN3 പ്രോട്ടീൻ റിസീവ് ചെയ്യുന്നു എന്നത് മാത്രമല്ല, പിന്നെന്താണ്? LIN12 എന്ന സിഗ്നലിംഗ് മോളിക്യൂൾ കൊണ്ടുള്ള ലാറ്ററൽ ഇൻഹിബിഷനും സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, LIN12 present in the P5P and P7P. ഇവിടെ നിന്നോട് കാണിച്ചുതരാം. ഇവിടെ P5Pയിലും P7Pയിലും എന്തുണ്ടെന്ന് അറിയാമോ? LIN12 എന്നുള്ള ഒരു പ്രോട്ടീനാണ്, സിഗ്നലിംഗ് മോളിക്യൂൾ ഉണ്ട്. അതിനെ ആക്റ്റീവ് ആക്കുന്നത് P6P ആണ്. അങ്ങനെ ആക്റ്റീവ് ആക്കുക വഴി എന്താണെന്ന് അറിയാമോ സംഭവിക്കുന്നത്?
ഒരു ലാറ്ററൽ ഇൻഹിബിഷൻ വരും. എന്താ ഇൻഹിബിഷൻ? അതായത് ഇവിടെ ലാറ്ററൽ സെൽസ് P5Pയും P7Pയും 2 ഡിഗ്രി ആകുന്നു, 1 ഡിഗ്രി ആകുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എന്താണ്? ലിൻ3 പ്രോട്ടീൻ ഇത് കുറച്ചുകൂടെ കുറവാണ്, കുറച്ച് റിസീവ് P6P റിസീവ് ചെയ്തതിനേക്കാൾ കുറച്ച് ശരി, അതൊരു കാര്യമാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടെ നടക്കണം. എന്താണ് ലാറ്ററൽ ഇൻഹിബിഷൻ? ലാറ്ററൽ ഇൻഹിബിഷൻ ഒന്നുകൂടെ പറയാം. P5Pയിലും P7Pയിലും എന്തുണ്ട്? ലിൻ12 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. അപ്പോ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കുന്നത് P6P ആണ്. അത് എക്സ്പ്രസ് ചെയ്യുക വഴി നടക്കുന്നത് എന്താണെന്ന് അറിയാമോ? P5Pയും P7Pയും 1 ഡിഗ്രി VPC ആകാതിരിക്കും. അപ്പോ 2 ഡിഗ്രി VPC P5Pയും P7Pയും 1 ഡിഗ്രി VPC ആകാതിരിക്കാൻ കാരണം ലാറ്ററൽ ഇൻഹിബിഷൻ ആണ്. എന്താണ് ലാറ്ററൽ ഇൻഹിബിഷൻ? You see, you can see this. Lin3 protein forms a concentration gradient. P6P cell which is close, sorry. Lin12 present in the P5P and P7P VPCs acts as lateral inhibitor. It is activated by primary VPC. The presence of Lin12 in P5P and P7P VPCs will not allow them to convert primary VPC. അപ്പൊ അത് പ്രൈമറി ലാറ്ററൽ VPCs പ്രൈമറി VPC ആകാതിരിക്കാനുള്ള കാരണം അത് തന്നെയാണ്. എന്താ അതിലുള്ള ഏതാണ്? Lin12. ഇനി അതിനെ ആക്റ്റീവ് ആക്കുന്നത് ആരാണ്? 1 ഡിഗ്രി VPC ആണ്. അപ്പോ the primary VPC can activate the Lin12 inhibitor in the adjacent VPC. adjacent VPCയിൽ ഇരിക്കുന്ന Lin12 എന്ന് പറയുന്ന ആ പ്രോട്ടീനെ അതിനെ ആക്റ്റീവ് ആക്കുന്നത് പ്രൈമറി VPC ആണ്. സോ ദാറ്റ് അങ്ങനെ ആക്റ്റീവ് ആക്കാൻ എന്താ സംഭവിക്കുക? സോ ദാറ്റ് they could not develop into primary VPC. അപ്പോ ലാറ്ററൽ VPC പ്രൈമറി VPC ആകാതിരിക്കാനുള്ള കാരണം അതാണ്. ഇതിനെയാണ് ലാറ്ററൽ ഇൻഹിബിഷൻ എന്ന് പറയുക. ഇതിനെ സഹായിക്കുന്ന ഒരു സിഗ്നലിംഗ് പാത്വേ ഉണ്ട്. അതിനെ ലാറ്ററൽ ഇൻഹിബിഷൻ ഈസ് വയ നോച്ച് ഡെൽറ്റ സിഗ്നലിംഗ്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോ ലാറ്ററൽ ഇൻഹിബിഷനെ സഹായിക്കുന്ന ഒരു കാര്യം Lin12 present in P5P and P7P which get activated by the primary VPC. Moreover, it is via notch delta signaling. Then these lateral cells do not instruct the peripheral VPCs to do anything, so they become hypodermis. Appo these lateral cells, ഏത് lateral cells? നമ്മൾ ഈ പറഞ്ഞ the primary side കാണുന്ന these lateral cells do not instruct the peripheral VPCs to do anything, so they become hypodermis. അപ്പോൾ ഈ lateral VPC പെരിഫറൽ സെൽ VPC എന്താകണമെന്നും തീരുമാനിക്കത്തില്ല. അപ്പൊ അത് എന്ത് തന്നെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോഡർമിസ് തന്നെ ആകും. ഓക്കെ. Then from the primary VPC 8 vulval cells will be formed. ഞാനിവിടെ ഡയഗ്രാം ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ പ്രൈമറി VPCയിൽ നിന്ന് കണ്ടോ 8 സെൽസ് ഉണ്ടാകും. ദെൻ P5Pയിൽ നിന്നും 2 ഡിഗ്രി VPC ആണല്ലോ കിട്ടിയത്. അതിൽ നിന്നും 7 സെൽസ് ഉണ്ടാകും. അതുപോലെ കണ്ടോ ഈ 2 ഡിഗ്രി VPC രണ്ട് സൈഡിൽ നിന്നും 7 സെൽസ് വീതം ഉണ്ടാകും. അപ്പൊ എന്താ 7 + 8 + 7 എത്ര? 22 vulval സെൽസ് ഉണ്ടായി. മനസ്സിലാക്കണം. അപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഉൽവ ഓർഗൻ ഉണ്ടാകുന്ന എത്ര സെല്ല? ഉൽവ 22 സെൽ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. ദെൻ അപ്പോ ഇവിടെ from the primary VPC 8 vulval cells are formed. From each secondary VPC 7 vulval cells are formed. Thus altogether 22 vulval cells will be present in the vulva of the adult C. elegans. Thus only the 3 cells will participate in the vulva function. Although the 6 VPCs are having the potential to form the vulva. അതെ, ബാക്കി പെരിഫറൽ സെൽസ് നമ്മൾ കണ്ടുപോയത് അവിടെ എന്താണ്? ഹൈപ്പോഡർമൽ സെൽസ് ആണ് ഉണ്ടായത്. ഓക്കെ. ദെൻ ഇനി ചില കണ്ടീഷൻസ്. ദിസ് ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
ചില കണ്ടീഷൻസ്. അതായത് ഇഫ് ഗുണാഡ് ഈസ് അബ്ലേറ്റഡ്, ഗുണാഡ് ഡിസ്ട്രോയ് ചെയ്തെന്ന് വിചാരിച്ച എന്താ, നമുക്ക് ഉൽവ ഉണ്ടാകത്തില്ലേ? ഉണ്ടാകുമല്ലോ. കാര്യം എന്താ, ഉൽവ വിൽ ഫോം ആസ് LIN3 ഈസ് പ്രസന്റ് ഇൻ ആങ്കർ സെൽ. ആങ്കർ സെല്ലല്ലേ കാണുന്നത്. ഇഫ് ആങ്കർ സെൽ ഈസ് ഡിസ്ട്രോയിഡ്, എന്താ സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി. ആങ്കർ സെല്ലല്ലേ ഇതെല്ലാം ചെയ്യുന്ന ഉൽവ ഡെവലപ്മെന്റ്. അപ്പൊ എന്താ സംഭവം? VPCs വിൽ നോട്ട് ഡെവലപ്പ് ഇൻ ടു ഉൽവ, റാദർ ഓൾ VPCs എന്താകും? ഹൈപ്പോഡമൽ സെൽസ് ആകും. ഇനി ഇഫ് 3 ഡിഗ്രി VPs ആർ ഡിസ്ട്രോയിഡ്, എന്താ? 3 ഡിഗ്രി VPസിൽ എന്താ ഹൈപ്പോഡമൽ സെൽസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അന്നേരം ഉൽവ വിൽ ഫോം. ഓക്കെ. ദെൻ 1 ഡിഗ്രി ആൻഡ് 2 ഡിഗ്രി VPs ഡിസ്ട്രോയ് ചെയ്താലോ? 1 ഡിഗ്രിയും 2 ഡിഗ്രിയും ഡിസ്ട്രോയ് ചെയ്താലോ? അപ്പൊ എന്താ സംഭവിക്കുക? 1 ഡിഗ്രി ആൻഡ് 2 ഡിഗ്രി അതൊന്നും ആണല്ലോ എന്താ ഉൽവ ഉണ്ടാകുക. അപ്പൊ അത് ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടർ സെൽസ് വിൽ ഫോം ദ ഉൽവ. കണ്ടീഷൻസ് എല്ലാം ഓർത്തിരിക്കുക. Then if position of anchor cell is shifted, അപ്പൊ പൊസിഷൻ, അത് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? പൊസിഷൻ ഉൽവ ഫോർമേഷൻ ഗെറ്റ് ചേഞ്ച് നോർമലി, അല്ലെ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. Question: a group of cells called equivalence group cells divide to form the vulval structure in Caenorhabditis elegans. They are called so because എന്നത്തെ പറഞ്ഞു ഇക്വലൻസ് ഗ്രൂപ്പ് ചോദിച്ചിട്ടുണ്ട്. A group of 6 cells called equivalence group cells divide to form the vulval structure in Caenorhabditis elegans. They are called so because എന്താണ് കാരണം? They have similar fates during development of vulva. ആണോ? അതിനെ ഇക്വലൻസ് എന്ന് പറയാൻ കാരണം എന്താണ്? All the cells are competent to form vulva and can replace each other under various experimental conditions. All these facts are in one way or the other same, but the actual answer, they are all under the influence of anchor cell signals from which initiate vulval development. അല്ലേ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. Third is the answer. Then another, so this question is also asked in the previous CSIR question, I think, and it is 2017 December part C ചോദിച്ച question ആണ്. Second question, see, during vulva development in Caenorhabditis elegans, anchor cell produce LIN3 protein which interact with the LED23 protein present on the 6 vulval precursor cells that form an equivalence group. All these are facts, isn't it? Yes. Then the central lineage cell P6P adopts the primary fate, is 1 degree. The adjacent VPCs P5P and P7P adopt secondary fate, is 2 degree. Yeah. And the rest VPCs adopt the tertiary fate, 3 degree. Few mutants, you see, mutants, mutant condition ആണ് ഇവിടെ കാണിച്ചിരിക്കുക. അതിന്റെ ഫീനോടൈപ്പുമാണ് അടുത്ത കോളം ബിയിലും കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ മ്യൂട്ടന്റ് ആയിട്ടുള്ളത്, ആ മ്യൂട്ടന്റ് ആയിട്ടുള്ള ജീൻ അല്ലെങ്കിൽ ആ പ്രോട്ടീന്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ബി കോളത്തിൽ തന്നിരിക്കുന്നത്. നമുക്കത് മാച്ച് ദ ഫോളോയിങ് മ്യൂട്ടൻസ്. സോ മാച്ച് ദ കറക്റ്റ് മ്യൂട്ടന്റ് വിത്ത് ദ ഒബ്സർവ്ഡ് ഫീനോടൈപ്പ് എന്നാണ് ചോദിച്ചിരിക്കുക. നമുക്ക് നോക്കാം. ലോസ് ഓഫ് ഫങ്ഷൻ ഓഫ് LIN3. LIN3 ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ലോസ് ഓഫ് ഫങ്ഷൻ ആൻഡ് ഗെയിൻ ഓഫ് ഫങ്ഷൻ ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് ഗെയിൻ ഓഫ് ഫങ്ഷൻ പലർക്കും ചിലർക്ക് സംശയമുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് ലോസ് ഓഫ് ഫങ്ഷൻ, ഓക്കെ, ദിസ് മീൻസ് LIN3 വിൽ നോട്ട് ബി ദെയർ. ലോസ് ഓഫ് ഫങ്ഷൻ LIN3 ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മൾ ഇവിടെ മെയിൻ ഒന്ന് നോക്കി, ഇവിടെ LIN3 ഇല്ലെങ്കിൽ എന്താ? ആൾ VPCs adopt tertiary fate, അല്ലേ? It's a straight one. So all VPCs adopt tertiary fate. അപ്പൊ ഇവിടെ A നമുക്ക് 4 ആയിട്ട് എടുക്കാം, അല്ലെ? അപ്പൊ A4 ഉള്ളത് ആദ്യം നമ്മൾ നോക്കാം. A4 ഉള്ളത് 1 ഉണ്ട്, 2A4 ഉണ്ട്, ഇതാ 3A4 അല്ല, 4A4 അല്ല. അപ്പൊ നമുക്ക് 3 and 4 വോമിറ്റ് ചെയ്യാമല്ലോ, അതിന് വിടാം. അപ്പൊ നമുക്ക് 1 and 2 നോക്കിയാൽ മതി, അല്ലേ? എളുപ്പമുണ്ട് നമുക്കത് ആൻസർ ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്നത് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പൊ നോക്കാം. അടുത്ത ലോസ് ഓഫ് ഫങ്ഷൻ ഓഫ് LIN3 ആൻഡ് ഗെയിൻ ഓഫ് ഫങ്ഷൻ ഓഫ് LED3. ഇവിടെ
ലോസ് ഓഫ് ഫങ്ഷൻ ഓഫ് ലിൻ3 എന്ന് പറയുമ്പോൾ എന്താ? ദിസ് മീൻസ് ലിൻ3 വിൽ നോട്ട് ബി ദർ. അപ്പൊ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയാം. ലിൻ3യുടെ ഫംഗ്ഷൻ അവിടെ ഇല്ല. പക്ഷെ ആൻഡ് ഗെയിൻ ഓഫ് ഫങ്ഷൻ ഓഫ് ലെറ്റ്3. അപ്പൊ ലോസ് ഓഫ് ഫങ്ഷൻ ഓഫ് ലിൻ3. അപ്പൊ ലിൻ3യുടെ ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ വിചാരിക്കുക? ഇവിടെ ഉൽവ ഡെവലപ്മെന്റ് നടക്കുകയില്ല എന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും അതല്ല നടക്കുന്നത്. ഓക്കെ. ആൻഡ് ഗെയിൻ ഓഫ് ഫങ്ഷൻ ഓഫ് ലെറ്റ്3. ഇത് ലോസ് ഓഫ് ഫങ്ഷൻ ആൻഡ് ഗെയിൻ ഓഫ് ഫങ്ഷൻ ഇസ് എ സെപ്പറേറ്റ് ടോപ്പിക്. അത് പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്, നമുക്കറിയാവുന്നത്. ക്യാൻസർ സ്റ്റഡീസിലും പല സ്ഥലങ്ങളിലും ഇത് വരുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അതായത് അത് നന്നായിട്ട് അത് അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ അത് പറഞ്ഞുതരാം. ഇത് എന്താണ്, എന്നാലും ഇതിനുള്ളിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഹിയർ ദ ഫസ്റ്റ് പാർട്ട് ഇറ്റ് ഈസ് ക്ലിയർ. ലോസ് ഓഫ് ഫങ്ഷൻ ഓഫ് ലിൻ3. ഓക്കെ, ലിൻ3 ഈസ് നോട്ട് ദെയർ എന്ന് പറയാം. ഗെയിൻ ഓഫ് ഫങ്ഷൻ ഓഫ് ലിൻ3 അത് മനസ്സിലാക്കണമെങ്കിൽ ഗെയിൻ ഓഫ് ഫങ്ഷൻ മ്യൂട്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അതൊരു ഉദാഹരണം ഉണ്ട്, ഞാൻ പറയാം. ഇപ്പോ ഒരു the growth factor is required for what? To stimulate the growth, cell reproduction, cell regeneration, etc. ഇതിനെല്ലാം എന്താ? സെൽ ഗ്രോത്ത് ഫാക്ടർ വേണം. When it is bind to growth factor receptor, എന്താ സംഭവിക്കുക? സെൽ റിപ്രൊഡക്ഷൻ നടക്കും, സ്റ്റിമുലേറ്റ് ഗ്രോത്ത്, സെൽ റീജനറേഷൻ ഒക്കെ നടക്കും. ഇനി സപ്പോസ് ഇഫ് ദ ഗ്രോത്ത് ഫാക്ടർ receptor that is become mutated, that is gain of mutation സംഭവിക്കുന്നിരിക്കുക, that will be active at all time even in the absence of growth factor ഓർത്തിരിക്കുക. അപ്പൊ ആ ഗ്രോത്ത് ഫാക്ടർ ഇല്ല എങ്കിലും അത് ഉണ്ടായിരുന്ന സമയത്തുള്ളതുപോലെ ഈ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റർ ഗെയിൻ ഓഫ് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ നടക്കും, എല്ലാ ഫംഗ്ഷൻ നടക്കും. This will result in the growth of cell regeneration, etc. സാധാരണ ഗ്രോത്ത് ഫാക്ടർ ഉണ്ടായിരുന്നത് പോലെയുള്ള കാര്യം നടക്കും. Is it clear? I think it is clear. So അതുപോലെ ഇവിടെ എന്താ? ഗ്രോത്ത് ഫാക്ടറിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? ലിൻ3. ഇപ്പൊ ലിൻ3 ഇല്ലെങ്കിൽ തന്നെ ഗെയിൻ ഓഫ് ഫങ്ഷൻ ഓഫ് ലിൻ3 ഉള്ളത് കൊണ്ട് എന്താ നടക്കുക? ഉൽവ ഡെവലപ്പ് ചെയ്യും. ഇനി ഉൽവ ഡെവലപ്പ് ചെയ്യുന്നത് എല്ലാ സെല്ലിൽ നിന്നും ഉൽവ ഉണ്ടാകും ഇവിടെ. കാരണം ലോസ് ഓഫ് ഫങ്ഷൻ ഓഫ് ലിൻ3 ഓക്കെ ഇല്ല. ഗെയിൻ ഓഫ് ഫങ്ഷൻ ഓഫ് ലിൻ3 എന്താ അവിടെ? ക്വസ്റ്റ്യൻ കൂടെ വായിച്ചു നോക്കി. ലാസ്റ്റ് ഫസ്റ്റിൽ എന്താ അവിടെ കൊടുത്തിരിക്കുക? ഇവിടെ ഡ്യൂറിംഗ് vulva development in Caenorhabditis elegans, the anchor cell produces a Lin3 protein which interacts with the let23 protein present on the 6 vulva precursor cell. 6 vulva precursor cell let3 ഉണ്ട്. This let3 undergo what? Gain of function mutation. Gain of function mutation നടന്നാൽ എന്താണ്? Even though in the absence of ലിൻ3, the ligand ഇല്ലെങ്കിൽ തന്നെ ആ റിസപ്റ്റർ ആക്റ്റീവ് ആകും, മൾട്ടി വിൽവ ഉണ്ടാകും. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. Then reduced function of ലിൻ3. reduced function of ലിൻ3 ഇല്ലെങ്കിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇവിടെ reduced ഉണ്ട്, കുറച്ചേ ഉള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുക? P6P adopt primary fate and the rest of the VPCs adopt tertiary fate. നമ്മൾ സാധാരണ ലാറ്ററൽ പിന്നെ ഉൽവൽ സെൽസ് കൂടെ സാധാരണ ഉൽവ ഉണ്ടാകേണ്ടതാണ്. അപ്പോ ശരിക്കും ഇവിടെ ലാറ്ററൽ സെൽസിൽ നിന്നും ഇവിടെ ഉൽവ ഉണ്ടാകുന്നില്ല. കാര്യം എന്താ? റെഡ്യൂസ്ഡ് ഫങ്ഷൻ ലിൻ3 ഉള്ളത്. അതുകൊണ്ട് എന്താ? P6P adopt primary fate and the rest of the VPCs adopt tertiary fate. Okay. ഓവർ എക്സ്പ്രഷൻ ഓഫ് ലിൻ3 ആണെങ്കിൽ എന്താ സംഭവിക്കുക? നേരത്തെ ലോസ് ഓഫ് ഫങ്ഷൻ നമുക്ക് മനസ്സിലായി, ഇവിടെ ഓവർ എക്സ്പ്രഷനാണ് നടക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി. ഓവർ എക്സ്പ്രഷൻ ലിൻ3 വന്നു കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന ഉൽവ ഉണ്ടാകുന്ന സെല്ലിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഉൽവ ഡെവലപ്മെന്റ്. P5P, P6P, P7P അഡോപ്റ്റ് പ്രൈമറി ഫേറ്റ് കണ്ടോ. ദെൻ P4P and P8P adopt secondary fate. Okay, so the answer it is 1. Okay. Then one more question we can do. It is the question asked in 2018 June. It is also in part C. Then the following statements were made regarding vulvar development in Caenorhabditis elegans. ഇവിടെ ചോദിച്ചിരിക്കുന്ന which one of the following options represent a combination of correct statement. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ചോദിച്ചിരിക്കുക. ഫസ്റ്റ്,
the 6 vulvar precursor cells are influenced by the anchor cell to form an equivalence group. Is correct, straight. In the loss of function of lintrol mutants, both the cells become uterine, whereas in gain of function mutants, both become anchor cell. Today, this is not correct. If lintrol is not there because loss of function, lateral inhibition will not take place, and what will be the consequence, this. So this is not correct. Here, if the anchor cell is destroyed early in the development, all the 6 BPCs divide once and contribute to the formation of hypodermis. Straight one. ഇതെല്ലാം നമ്മളോട് conditions പറഞ്ഞതാണ്. The anchor cell, next one, listen. The anchor cell ventral uterine precursor decision is due to notch delta mediated mechanism restricting adjacent cell phase. You see, here anchor cell, of course, anchor cell വേണമല്ലോ. അത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ലിൻ3 ഇവിടെ ശരിക്കും BPC എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നു. ഓക്കെ, ആങ്കർ സെൽ. The second part you see, ventral uterine precursor decision is due to notch delta mediated mechanism restricting adjacent cell phase. Yes, adjacent cell phase. അതെന്താകണം? ഇപ്പോൾ lateral cells അതെന്താകണം, എന്താകണ്ട, അതിനെ തീരുമാനിക്കാൻ അവിടെ lateral inhibition ഉണ്ട്. lateral inhibitionലുള്ള സിഗ്നലിംഗ് ഏതാണ്? നോച്ച് ഡെൽറ്റ മീഡിയേറ്റഡ് മെക്കാനിസം അല്ലേ? It is correct. See, the paracrine factor secreted by the anchor cell directly activates the notch delta pathway. No, because Lin3, the paracrine factor from the anchor cell, it is not directly activate notch delta pathway, isn't it? It is only the lateral inhibition. Okay, it's not correct. So the answer here, it is the first one, A, C, and D. Okay. If you like this video, please subscribe it and share it. Okay, thank you.